ഈ പെണ്ണ് ദിവസവും തന്റെ ഹസ്ബൻഡിന്റെ ഫുഡിൽ ബ്ലീച്ച് കലർത്തുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിന് വലുതായൊന്നും സംഭവിക്കില്ല, പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ അത് വഷളാവും. സോഫിയ ആ ഫുഡ് തന്റെ ഹസ്ബൻഡിന് വിളമ്പിക്കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞ് അയാളുടെ ആദ്യ ഭാര്യയിലെ മക്കളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള മിററിലൂടെ ദൂരെ നിന്നൊരു കാർ വരുന്നത് അവൾ കാണുന്നു. അത് കണ്ടതും അവൾക്ക് ക്രൂരമായൊരു ഐഡിയ തോന്നുന്നു. ആ കാർ അടുത്തെത്തിയതും അവൾ രണ്ടു കുട്ടികളെയും റോഡിലേക്ക് തള്ളിയിടുന്നു. ഭാഗ്യത്തിന് ആ കാർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്നു. ഉടനെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്തവൾ പിടിക്കപ്പെടാതിരിക്കുന്നതിനായി കുട്ടികളെ സഹായിക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഡ്രൈവറിനെയും വഴക്ക് പറയുന്നു. അതേസമയം അവളുടെ ഉദ്ദേശം എന്താണെന്ന് കുട്ടികൾക്ക് നന്നായി അറിയാം. അവൾ കുട്ടികളെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അച്ഛനോട് ഇക്കാര്യം പറയരുതെന്ന് പറഞ്ഞു വിരട്ടുന്നു. പക്ഷെ അവൾ ചെയ്യുന്ന എല്ലാ കാര്യവും ആരോ ഒരാൾ കാണുന്നുണ്ടെന്ന് അവൾക്കറിയില്ല. അവൾ കുട്ടികളെ അടിക്കാൻ പോകുമ്പോൾ പെട്ടെന്നൊരു കൈവന്ന് അവളെ തടയുന്നു. പക്ഷെ അത് ആരാണെന്ന് നോക്കുന്നതിനുള്ളിൽ അവൻ സോഫിയ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം അവളെ തട്ടിക്കൊണ്ടുപോയ കുറച്ചു സമയത്തിൽ തന്നെ എല്ലാവരുടെയും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മാസ്ക് മാന്റെ ഷോ നടക്കുന്നു. അവൻ ഞാൻ പറയുന്ന കഥ കേട്ടിട്ട് ഇവൾ ജീവനോടെ ഇരിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കെന്ന് പറഞ്ഞ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. ആക്ച്വലി അവൾക്ക് ഓൾറെഡി 3 പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് അവളുടെ 3 ഹസ്ബൻഡ്സും ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതുമാത്രമല്ല ഓരോരുത്തർ മരിക്കുമ്പോഴും അവൾക്ക് വലിയൊരു ഇൻഷുറൻസ് തുക കിട്ടിയിരുന്നു. പക്ഷെ ആർക്കും അവളാണ് കാശിനു വേണ്ടി അവരെ 3 പേരെയും തെളിവില്ലാതെ കൊന്നതെന്ന് അറിയില്ല. അവളുടെ 3ാമത്തെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ പോലീസ് അവളുടെ ഉദ്ദേശം കണ്ടുപിടിച്ച് അവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിരുന്നു. പക്ഷെ അവൾ വീണ്ടും അപ്പീൽ കൊടുത്ത് അതിന് ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ആ കേസ് ഇല്ലാതാക്കി പുറത്തു വന്നു. അതുമാത്രമല്ല അടുത്ത 6 മാസത്തിൽ അടുത്ത ആളെയും വിവാഹം കഴിച്ചു. പക്ഷെ ഇത്തവണ ഒരു പടി കൂടുതൽ പോയി എക്സ്ട്രാ കാശിനു വേണ്ടി ഹസ്ബൻഡിനൊപ്പം അയാളുടെ മക്കളെയും കൊല്ലാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇവൾ വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു പറഞ്ഞ് മാസ്ക് മാൻ എല്ലാവരെയും വോട്ട് ചെയ്യാൻ പറയുന്നു. അതേസമയം പോലീസുകാർ അവളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു. പക്ഷെ വൈകാതെ തന്നെ അവർക്ക് സോഫിയുടെ ലൊക്കേഷൻ കിട്ടുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് മാസ്ക് മാൻ സോഫിയുടെ കാറിൽ ബോംബ് വെച്ച് അവൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റാൽ അത് ബ്ലാസ്റ്റ് ആവുന്നത് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഉടനെ അവൾക്കൊപ്പം കാറിൽ കയറിയ ഒരു ഓഫീസർ അവളെ ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ പറയുന്നു. അടുത്ത നിമിഷം തന്നെ അവൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തിൽ അവർ ഒരു ഗ്രൗണ്ടിലെത്തുന്നു. അപ്പോഴാണ് ആ ഓഫീസറിന് ഇവിടെ നടക്കുന്നതെല്ലാം മാസ്ക് മാൻ കേട്ടുകൊണ്ടിരിക്കുന്നെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം മാസ്ക് മാനോട് സോഫിക്ക് നിയമപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ ഓൾറെഡി നിയമവ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടമായ മാസ്ക് മാൻ വോട്ടിംഗ് കഴിഞ്ഞതും ആ കാർ ബ്ലാസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ആ ഓഫീസറും സോഫിക്കൊപ്പം മരിച്ചെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ഓഫീസറിന്റെ പാർട്ണർ ലാസ്റ്റ് സെക്കൻഡിൽ ആ ഓഫീസറിനെ കാറിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കുന്നു.